ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഇവാനിയൻ ധ്യാന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ധ്യാനങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അതിനെക്കുറിച്ച് നിങ്ങളുടേതായ ചിന്തകളിലേക്കൊക്കെ കടന്ന് വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവാനിയൻ വഴി നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള അറിവിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുകാരാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആധ്യാത്മിക ചിന്താ രീതിയാണെന്ന് നാം കാണുകയുണ്ടായി. ആ പ്രക്രിയയിൽ ദൈവകൃപയായി ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നാം എല്ലാവരും ഉത്സാഹിക്കണം എന്ന് പത്രോസ്ലീഹ പഠിപ്പിച്ച ഭാഗം നമ്മൾ കേട്ടിരുന്നു, ധ്യാനിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പ്രായോഗികമാണോ? അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പറയും. തീർച്ചയായിട്ടും പല കാര്യങ്ങളും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഒരു കാര്യം എളുപ്പമുള്ളതല്ല എന്ന് കരുതി അത് അസാധ്യവുമല്ല. ഇപ്പം നമ്മുടെയൊക്കെ ഇതിൽ ഇമ്മീഡിയറ്റ്ലി അങ്ങനെയൊക്കെ അത് പറയാം, പക്ഷെ ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമുക്കൊരു മീഡിയോക്രസിയെ വെച്ചു കൊടുക്കുകയാണ്. ആ മീഡിയോക്രസിയിൽ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ, ഇത്രയൊക്കെ എനിക്ക് വളരാൻ പറ്റൂ എന്നുള്ളൊരു സെൽഫ് ഡിഫീറ്റിസം ഉണ്ട്. എളുപ്പമുള്ള കാര്യങ്ങളല്ല ജീവിതത്തിൽ. ഏത് കാര്യം എളുപ്പം ഈ ലോകത്തിൽ? ഇവന് എഴുന്നേറ്റ് ഒരു കപ്പ് കാപ്പി കുടിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണോ? ലോകത്തിൽ കാര്യങ്ങൾ എളുപ്പമല്ല, പക്ഷേ ഒന്നും അസാധ്യവുമല്ല. നമ്മുടെ വചനാധിഷ്ഠിത ഒരു ആഭിമുഖ്യത്തിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്നോട് കൂടെയുള്ളവൻ്റെ ശക്തിയാൽ, അല്ലെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തുന്നവൻ്റെ അവനിൽ ആശ്രയിച്ചാൽ എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരണം. ഇവാനിയൻ വഴിയിലൂടെ നടക്കുമ്പോഴും പുനരൈക്യത്തിലേക്കുമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുമ്പോഴും രക്ഷാകര തിരുത്തലിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമല്ല. തീർച്ചയായിട്ടും ഇതൊന്നും ചെയ്യാൻ എളുപ്പമല്ല. അതല്ലേ നൂറ്റാണ്ടുകളായിട്ടും തിരുത്താൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ആ തിരുത്തലുകൾ എപ്പോഴും വേദനകളായിട്ട് മാറുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കണം, എളുപ്പമുള്ളതല്ല എന്നത് അസാധ്യമാണ് എന്നർത്ഥമില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എളുപ്പമല്ല എന്ന് പറയുമ്പോൾ അത് അസാധ്യം ആണ് എന്നതിൻ്റെ ഈക്വലൻ്റ് ആണെങ്കിൽ അതിനെ പൊട്ടിക്കണം, ആ വാദങ്ങളെ പൊട്ടിക്കണം. ഇവാനിയൻ വഴിയിലൂടെ ഇനി മുന്നോട്ട് പോകാനായിട്ട് ഈ അത്ര എളുപ്പമുള്ള വഴിയല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ചില സപ്പോർട്ട് സിസ്റ്റങ്ങൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. അതിനെ മാർ ഇവാനിയോസ് പിതാവ് എങ്ങനെയാണ് ഈ കാര്യങ്ങളെ എളുപ്പമുള്ളതാക്കിയത്, അല്ലെങ്കിൽ അസാധ്യമെന്ന് തോന്നിയ ഒരു കാര്യത്തെ അദ്ദേഹം എങ്ങനെ സാധ്യമാക്കി, അതിന് അദ്ദേഹത്തിൽ വിളഞ്ഞു നിന്നിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നാം കാണുന്ന ചില ആധ്യാത്മിക പുണ്യങ്ങളെ അല്ലെങ്കിൽ മനോഭാവങ്ങളെയൊക്കെ നമ്മുടേതാക്കണം. എന്നാലേ ആ വഴിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ധ്യാനചിന്തയിൽ അങ്ങനെ ഒരു ഭജനപരമായ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവാനിയൻ ധ്യാനത്തിന് ആവശ്യമായ 4 പോഷക ഗുണങ്ങൾ, അല്ലെ പുണ്യങ്ങൾ, അല്ലെ മനോഭാവങ്ങൾ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിന് സ്വീകരിക്കാം. അതിനെ പോഷിപ്പിക്കുന്ന അതാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കുകയും ഈ പുനരൈക്യ ചിന്തകളെ പോഷിപ്പിക്കുന്ന ആ ഒരു ശക്തി
സ്രോതസ്സുകളായിട്ടുമൊക്കെ ഇത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. ഈ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഈ പോഷക ഘടകങ്ങൾ നമ്മളിൽ ഇല്ലെങ്കിൽ ഇനിയുള്ള മുന്നോട്ട് പോകൽ ബുദ്ധിമുട്ടായിട്ടും അല്ലെങ്കിൽ അത് വളരെ ഒരു ടാസ്ക്കായിട്ടും നമുക്ക് തോന്നാം. നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന 4 ആത്മീയ മനോഭാവങ്ങൾ പുനരൈക്യത്തിന് അത്യന്താപേക്ഷിതമാണ്. കാരണം അവ രക്ഷാകര തിരുത്തലിനെ യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമാക്കുന്ന പോഷക ഘടകങ്ങളാണ്. ഈ ആത്മീയ മനോഭാവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനായി ഒരു ചെറിയ വചനഭാഗം നമുക്ക് ഉപയോഗിക്കാം. വചനാധിഷ്ഠിതമായി നമുക്ക് പിന്നീട് അത് പിതാവിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്നും കാണാം. ഈ വചനഭാഗം ഇതാണ്. പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഈ ധ്യാനത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും, അത് മനസ്സിലേക്ക് വയ്ക്കുന്നതും നല്ലതായിരിക്കാം. 1 പത്രോസ് 5:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, അതിൽ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അതാണ് വചനം. 6-ാമത്തെ വചനം അതാണ് പറയുന്നത്. ഓക്കെ, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുവിൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. മിസ്റ്റർ ഇന്ത്യകൾ പോലെ കക്ഷത്തിൽ ഇഷ്ടിയും വെച്ച് ചിലവർ ഇങ്ങനെ നടക്കണേ, ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ ബലൂൺ പോലെ എന്ന് പറഞ്ഞിട്ട് പോണ പാർട്ടികളാണ്. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ മിസ്റ്റർ ഇന്ത്യ പോലെയൊന്നും പോകരുത്. ഓക്കെ, താഴ്മയോടെ നിൽക്കുവിൻ. ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. ഈ താഴ്മയോടെ നിൽക്കുവിൻ എന്ന പ്രയോഗത്തിൽ നിന്ന് 1-ാമത്തെ മനോഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഓൾറെഡി അത് അറിഞ്ഞു കഴിഞ്ഞു. എളിമയാണ് ആ പോഷക ഘടകം. ഹ്യൂമിലിറ്റി, എളിമ എന്ന ആത്മീയ മനോഭാവം ഈ പുനരൈക്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പുനരൈക്യത്തിലേക്ക് കടന്നു വരാൻ ഈ മനോഭാവം നമ്മളെ വളരെ സഹായിക്കും. നമ്മൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു നിപ്പുണ്ടല്ലോ, അത് പുനരൈക്യത്തിലേക്ക് കടത്തില്ല. സ്വാഭാവികമായും പുനരൈക്യ ചിന്തകളിലേക്കും കൂട്ടായ്മയിലേക്കൊക്കെ കടന്നു വരണമെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു നിപ്പില്ലേ, അത് നമ്മൾ കളയണം. അത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് അപരനെക്കുറിച്ചോ അല്ലെങ്കിൽ അപരനെ ഒന്നും നോക്കാൻ പോലും തോന്നുകയുള്ളൂ. എളിമ ഒരു വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഇനി മുന്നോട്ട് കടന്നു പോകണമെങ്കിൽ ഈ പോഷക ഗുണം, എളിമയെക്കുറിച്ചുള്ള ഒരു ധ്യാനം ഉള്ളിൽ വരണം. മാർ അവിനോസ് പിതാവ് ഈ എളിമയെക്കുറിച്ച് 30 ധ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരേ ടോപ്പിക്കിൽ. ധ്യാനം 1, 2, ധ്യാനം 2 എന്ന് പറഞ്ഞ് ഹ്യൂമിലിറ്റിൻ്റെ അദ്ദേഹത്തിന് സന്യാസ സഹായം എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ ഉള്ളിൽ ബ്ലോസംസ് ഓഫ് ഫെയ്ത്ത് 30 മെഡിറ്റേഷൻ ഓഫ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞ് 1926 അദ്ദേഹം എഴുതിയതാണ്. എളിമയുടെ പല ഭാവങ്ങളെ അദ്ദേഹം കാണിച്ചു തരും. എളിമ സ്വയം പ്രാക്ടീസും കൂടി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. സാധാരണ ജീവിത സാഹചര്യങ്ങളിലെ സ്വാഭാവികമായി പുനരൈക്യപ്പെടുത്തുന്ന ഒരു ആത്മീയ ഭാവമാണ് എളിമ. പിതാവ് അതിൻ്റെ ഒത്തിരി തലങ്ങളിലേക്ക് പോയി തന്നെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു യാചകൻ്റെ രൂപം വരെ സ്വീകരിച്ചിട്ടുണ്ട്. കാഷായ വസ്ത്രവും ധരിച്ച് ഒരു ഭാണ്ഡവും തൂക്കിയിട്ട് കയ്യിൽ ഒരു മൺപാത്രവും പിടിച്ച് അദ്ദേഹം വീടുകൾ തോറും കയറി ഇറങ്ങി യാചിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഇങ്ങനെ ഈ കുശിനിക്കാരൻ വന്നിട്ട് പറയും, അടുക്കളയിൽ എല്ലാം തീർന്നു, അരിയില്ല, അനാഥ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ പറയും, നമുക്ക് അരിയില്ലെങ്കിൽ എന്താ, നമുക്ക് കപ്പ കഴിക്കാം, എന്ന് വെച്ച് കപ്പ കഴിക്കാം. അപ്പോൾ കുശിനിക്കാരൻ പറഞ്ഞു, കപ്പ മിനിഞ്ഞാന്നേ തീർന്നു. അപ്പോൾ പറയും, അങ്ങനെയാണ് ഉപവാസം ചെയ്യാനായിട്ട് ദൈവം നമുക്ക് വലിയൊരു കൃപ തന്നിരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തുതിക്കുക എന്ന് പറയും. ഉച്ചയായിപ്പോൾ ഒരു സീനിയർ പേഴ്സൺ, ഒരു കാരണവർ ഈ മുണ്ടുമല കയറി വരും. അയാളുടെ തലയിൽ ഒരു ചുമടുണ്ടായിരുന്നു.
ആ ചുവട്ടിലെ ആ മുഴുവനും നല്ല വെള്ളയപ്പം ചുട്ടുകൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അപ്പാപ്പൻ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് കുറേ വെള്ളപ്പം ചുട്ടു. അപ്പോൾ ബദനിയിലെ മക്കളെ അങ്ങയെക്കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ കുറച്ച് വെള്ളയപ്പം ഇവിടെ കൊണ്ടുതരാം എന്ന് കരുതിയിരുന്നു. ആ വെള്ളപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സുഭിക്ഷമായി കഴിക്കുന്നതിനുള്ള എല്ലാം ഉണ്ടായിരുന്നു അതിൽ. ആരായിരുന്നു അപ്പാപ്പൻ? അപ്പോൾ പിതാവ് പറയും, ഉപവാസം ചെയ്യാൻ പോലും കർത്താവിൻ്റെ കൃപ എന്നെ അനുവദിക്കുന്നില്ല എന്ന് വളരെ സരസമായിട്ട് അദ്ദേഹം പറയും. പക്ഷെ പിന്നീട് അനാഥ പിള്ളേർക്ക് കൊടുക്കാൻ ഒന്നുമില്ലാതെയായിപ്പോൾ ഈ സറാംപൂറിൽ 1000 രൂപ ശമ്പളം കിട്ടിയിരുന്ന എമ്മ അച്ഛൻ എളിമയുടെ പര്യായമായിട്ട് അരി മേടിക്കാനും കപ്പ മേടിക്കാനും ആളുകൾ എന്ത് തന്നാലും അത് ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് ബെഗ് ചെയ്ത് ഒരു പ്രാവശ്യം സ്വന്തം വീട്ടിൽ പോയിട്ട് യാചിക്കും. അപ്പോൾ പടി കടന്നു വരുന്ന പിച്ചക്കാരനെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക, അന്നമ്മ ചേട്ടത്തി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതെൻ്റെ മോൻ്റെ പോലെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറി, എൻ്റെ മോനെ എന്തായി കാണണേ, കയറി വാരി ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ പിതാവ് പറയും, ഞാനിവിടെ ബദനിയിലെ അനാഥ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചു വന്നതാണ്. ആ വീടുകളെ പോലെ തന്നെയാണ് എനിക്ക് ഈ വീടും, എനിക്ക് എന്തെങ്കിലും തരണേ. ആൾക്ക് ഒരു നാണവും തോന്നിയില്ല. പിന്നീട് ആൾ അങ്ങനെ എളിമയോടുകൂടെ യാചിച്ച് നടക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞ് 2 ദിവസമായി അച്ഛനെ നോക്കി ഇരിക്കുകയാണ്. 2 ദിവസമായി നോക്കിയിരിക്കുന്നത്, ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛന് തരാനായിട്ട്. അച്ഛനാണ് ഇതിൻ്റെ ബെസ്റ്റ് ആൾ. പിതാവ് വിചാരിച്ചു എന്തെങ്കിലും ഇപ്പോൾ കട്ടയ്ക്ക് കിട്ടും, ആളുകൾക്ക് കുശാലായിട്ടെന്ന് വിചാരിക്കും. എൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞു കൊച്ചിനെ എടുത്തുകൊണ്ട് വരും, ഒരു കൊച്ചിനെ. ഇത് കുറച്ച് നാളായി അപ്പനും അമ്മയും മരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്, അച്ഛനെടുത്തുകൊണ്ട് പോക്കോ. അച്ഛനെ എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഓരോന്ന് കളക്ട് ചെയ്തുകൊണ്ടാണല്ലേ ഇതിനും കൊണ്ടുപോക്കോളാൻ പറയും. അന്ന് ആ കൈക്കുഞ്ഞിനും പിടിച്ച് മലയിലേക്ക് കയറും. യാചിച്ചപ്പോൾ എനിക്ക് തന്നതാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ അനാഥ ബാലന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ആശ്രമം തുടങ്ങണേ. പിന്നെ ഈ ബദനിയിലെ അച്ഛന്മാരൊക്കെ യാചിക്കാൻ പോകുമ്പോൾ ആളുകൾ ഈ അനാഥ കുട്ടികളെ കൊടുക്കും. അലക്സി അച്ഛൻ പോയപ്പോൾ 2 കിട്ടും. വേറൊരു സ്ഥലത്ത് ഒരു അപ്പനും അമ്മയും മരിച്ചിട്ട് 3 പിള്ളേരെ ഇരിക്കുന്നുണ്ടെന്ന് പറയും. അവരുടെ അടുത്ത് പോകുമ്പോൾ മൂത്ത മോൾ ഓടിപ്പോവും, ബാക്കി അവിടെ കിടക്കുന്ന 2 പിടിച്ച് പിതാവ് എടുത്തുകൊണ്ട് വരും. അങ്ങനെ യാചിക്കുമ്പോൾ കിട്ടിയോ ഒത്തിരി കുഞ്ഞുമക്കളെ എടുത്തുകൊണ്ട് പോകും. അതിനെയൊക്കെ എൻ്റെ മക്കളാ എന്ന് പറഞ്ഞ് അവരെ ശുശ്രൂഷിക്കാനും അവരോട് കൂടിയായിരിക്കാനും ഒന്നും പിതാവിന് ഒരു നാണക്കേടും തോന്നിയില്ല. എളിമയില്ലാത്തവൻ സ്വന്തം വിചാരങ്ങളിൽപ്പെട്ട് വളരെ ഹ്രസ്വദൃഷ്ടിയുള്ള വ്യക്തിയായിട്ട് മാറുന്നു. തൻ്റെ വിചാരങ്ങൾക്കപ്പുറത്തുള്ള ദൈവചിന്തകളിലേക്ക്, വെളിപ്പെടുത്തലിലേക്ക്, പുനരൈക്യ ചിന്തകളിലേക്ക് കടന്നു വരാൻ എളിമയുള്ള വ്യക്തികൾക്കും സമൂഹങ്ങൾക്ക് കഴിയുള്ളൂ. നമ്മുടെ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി ധാർഷ്ട്യം, എളിമക്കുറവ് സഭയുടെ എല്ലാ ഏരിയകളിലും അനുഭവപ്പെടുന്നില്ലേ? എത്രയൊക്കെ എളിമയുടെ സിദ്ധിയുണ്ട്, കാര്യസമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രീസ്റ്റ് റെസിഡൻസിലേക്കൊക്കെ കടന്നു വരുന്ന ജനങ്ങൾ നമ്മളിൽ എളിമയുടെ ഭാവം കാണുന്നുണ്ടോ? സോ അറഗൻറ്റ്. സംടൈംസ് വി ആർ സോ അറഗൻറ്റ്. ഒരു സൈഡിൽ നമ്മൾ ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകങ്ങളാണ്, അനുരഞ്ജന ശുശ്രൂഷ നടത്തുന്നവരാണെന്നൊക്കെ പറയെങ്കിലും പലപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഭാവങ്ങളൊക്കെ കണ്ടിട്ട് പുനരൈക്യത്തിൻ്റെ പോയിട്ട് അനൈക്യമല്ല, യുദ്ധത്തിൻ്റെ ഭാവങ്ങളുമായിട്ട് ജനങ്ങൾ തിരിച്ചു പോകുന്ന അവസ്ഥയില്ലേ? സഭയുടെ അധികാരികളുടെയും സഭയുടെയും മുഖത്തിന് അല്പം കൂടി എളിമ വരുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അതിൻ്റെ അർത്ഥമല്ല നമ്മൾ എല്ലാതും വിട്ടുകൊടുക്കുമെന്നൊക്കെ, അതല്ല പറയുന്നത്. പക്ഷെ എളിമ വേണം. അത് മനുഷ്യനെ പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ ഗുണത്തിൻ്റെ പോഷക ഘടകമാണ്. കർത്താവ് പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കാൻ പഠിപ്പിക്കാന്നല്ലേ. അതൊഴിച്ച് ബാക്കി എല്ലാം പഠിച്ച വലിയ പഠിത്തക്കാരായിട്ടല്ലേ ചില നേരത്ത് നമ്മൾ നടക്കണേ.
ഒരുത്തിനെ പോലും പിടിക്കാൻ പറ്റാത്ത, ഒരുത്തിൻ്റെ മനസ്സിനെ പോലും മനസ്സിലാക്കാൻ പറ്റാതെ, എളിമയുടെ ഒരു ടച്ച് പോലും ഇല്ലാത്ത ഒരു സഭയായിട്ട് നമ്മൾ മാറുമ്പോൾ പുനരൈക്യമൊക്കെ നമുക്ക് കെട്ടുകഥകളും കടങ്കഥകളൊക്കെ ആയിട്ട് മാറും. പിതാവിലേക്ക് ഇത്രയും വലിയ ഒരു പുനരൈക്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന എളിമയുടെ ഭാവമായിരുന്നു. ഇവാനോൻ വഴിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഈ എളിമ ഭാവത്തിന് വലിയ സ്ഥാനം കൊടുക്കണം. നമ്മൾ കർത്താവിൻ്റെ വലിയ ശക്തിയുള്ള കരത്തിൻ്റെ താഴെ താഴ്മയോടെ നിൽക്കണം. നമ്മുടെ കുർബാനയ്ക്കായാലും നമ്മുടെ ഭക്തിഭാവങ്ങളിലൊക്കെ ഈ എളിമ ഭാവം കയറി വരണം. പേടിപ്പിക്കരുത് ആരെയും. എന്തിനാ പേടിപ്പിക്കണേ? താഴ്മയോടെ നമുക്ക് സംസാരിക്കാനും ഒന്നിപ്പിക്കാനും ഒക്കെ കഴിയില്ലേ? രണ്ടാമതായിട്ട് ഈ പുനരൈക്യത്തെ പോഷിപ്പിക്കുന്ന ആത്മീക മനോഭാവമായിട്ട് നമ്മൾ പിതാവിൽ കാണുന്നതിനെ ഈ പത്രോസിൻ്റെ ലേഖനത്തിലെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ടാമത്തെ ആധ്യാത്മിക ഭാവം വരുന്നത് ഈ 7-ാമത്തെ വചനത്തിലാണ്. മലയാള ബൈബിളിലെ ഒരു ചെറിയ തർജ്ജമയുടെ അല്ലെങ്കിൽ ആ നമ്പറിങ്ങിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ 7-ാമത്തെ വചനത്തെ മറ്റു ബൈബിളിലുള്ള 7-ാമത്തെ വചനത്തെ 8-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ അനുവാദം സ്ലൈറ്റ്ലി മാറിയിട്ടുണ്ട്. 7-ാം വാക്യം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നമ്പറിങ്ങിൽ മലയാള ബൈബിളിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. 7-ാം വാക്യത്തിൽ വരുന്നത്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കാസ്റ്റ് ഓൾ യുവർ ഫിയേഴ്സ് ടു ഹിം ദാറ്റ് ഹി കെയർസ് ഫോർ യു. അതിൽ നിന്ന് നമുക്കൊരു മനോഭാവത്തെ മനസ്സിലാക്കാം. ആഴത്തിലുള്ള ദൈവാശ്രയബോധം. ദൈവാശ്രയബോധം എന്ന് പറഞ്ഞ ഒരു സാധനമില്ലെങ്കിൽ നമ്മൾ പുനരൈക്യപ്പെടില്ല. ഞാൻ വിചാരിച്ചു എന്ന് പറയുന്ന കാര്യം കയറിക്കെടുക്കും. ട്രസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രത്യാശ, വ്യവസ്ഥകളില്ലാത്ത ഉറച്ച വിശ്വാസം എന്നൊക്കെ ദൈവാശ്രയ ബോധത്തെ വിശേഷിപ്പിക്കാം. നമ്മുടെ വിചാരങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവം എനിക്ക് വേണ്ടി ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആഴത്തിലേക്ക് വലയെറിയാൻ പറയുമ്പോൾ ഈ മനോഭാവമാണ് പത്രോസ്ലീനെ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. ഷുഡ് ഐ നോട്ട്? പിന്നീട് ഗുരുവെ അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ വലയെറിയാം. രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ട് മീൻ കിട്ടാതെ നിൽക്കുന്ന ആ വ്യക്തി ഒരു വലിയ ദൈവാശ്രയ ബോധത്തിലാണ് വീണ്ടും വലയെറിയാനായിട്ട് വീണ്ടും ഇനിയും ഒരിക്കൽ കൂടിയിലേക്ക് കടന്നു പോകുന്നത്. ഈ ദൈവാശ്രയ ബോധം ഇല്ലാതാകുമ്പോഴാണ് ഈ വ്യക്തികളും സമൂഹങ്ങളും ശരിപ്പെടുത്തലുകൾക്കും ക്രമീകരണങ്ങൾക്കൊക്കെ വശംവദനാകുന്നത്. മ്ലേച്ഛതകൾ വ്യക്തിയിലും സമൂഹത്തിലുമൊക്കെ നിറയുന്നത് ഒരുപക്ഷെ ദൈവാശ്രയ ബോധം നഷ്ടപ്പെടുത്തി എല്ലാം ക്രമീകരണങ്ങളാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നാണ്. ദൈവാശ്രയ ബോധമില്ലാത്ത പ്രവർത്തികൾക്കുള്ളിൽ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റുകളും ശരിപ്പെടുത്തലുകളും ഒക്കെ കടന്നു വരും. ആധ്യാത്മിക നഷ്ടപ്പെടുത്തുന്ന മ്ലേച്ഛതകൾക്കുള്ളിലും നമ്മെ നയിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയം പുനരൈക്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് ആശ്രയമായി മാറും. അല്ലെങ്കിൽ ആ എലമെന്റുകളെ അത് നമ്മെ സഹായിക്കും. മിഷനിലേക്കൊക്കെ കടന്നു വരുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ ദൈവാശ്രയ ബോധം എന്ന് പറയുന്ന സാധനമില്ല. പിതാവിൻ്റെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് ജന്മം കൊണ്ട വേറൊരു കോൺഗ്രിഗേഷനും കൂടിയുണ്ട് മലങ്കര സഭയിൽ. മേരി മക്കൾ സമൂഹം എന്ന് പറയും. അവരുടെ കാരിസം തുടങ്ങുന്നത് വരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വചനമാകുന്ന യേശുവിനെ അനുഭവിച്ച് ദൈവത്തിൻ്റെ പരിപാലനയാകുന്ന സ്നേഹത്തിന് സ്വയം കൈയാളിക്കൊണ്ട് എന്ന് പറയും. ദൈവത്തിൻ്റെ പരിപാലനയാകുന്ന ആ സ്നേഹത്തിൻ്റെ അത് നമ്മൾ ഏറ്റെടുക്കണം. ദാറ്റ് ഗോഡ് വിൽ ഡു ഇറ്റ് ഫോർ മീ. അത് വരണം നമ്മുടെ ഉള്ളിൽ. ദാറ്റ് ഗോഡ് ഈസ് നോട്ട് എഗൻസ്റ്റ് മീ ആൻഡ് ഈസ് ദെയർ ടു എംപവർ മീ. അത് നമ്മുടെ ഉള്ളിൽ വരണം. മാർ ഇവാനിയോസ് പിതാവിന് ഈ ദൈവാശ്രയ ബോധം ഒത്തിരി ഉണ്ടായിരുന്നു.
മലങ്കര സഭയുടെ വളർച്ചയിൽ ഈ ഒരു കാര്യം വളരെ അഗാധമായ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. 5 പേരിൽ നിന്ന് തുടങ്ങി ഇന്ന് കാണുന്ന മലങ്കര സഭയായി വളർന്നത് ദൈവാശ്രയ ബോധം എന്ന ഒരൊറ്റ പുണ്യം കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയവുമില്ലാതെ സമ്മതിക്കാം. ചരിത്രത്തിലെ പുനരൈക്യത്തിൻ്റെ ഭാഗമായിരുന്ന ജനത്തിലും ദൈവാശ്രയ ബോധം നിറഞ്ഞു നിന്നിരുന്നത് കാണാം. ഈ പുനരൈക്യപ്പെട്ടവർ പരിഹാസപാത്രങ്ങളായിരുന്നു. അവരവരുടെ വീടുകളിൽ നിന്ന് അവർ ഓടിച്ചു വിട്ടു, പള്ളികളിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഈ ഒരു ചെറിയ ഗ്രൂപ്പ് എല്ലാവരും കളിയാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ ചേപ്പാട്ട് ഫിലിപ്പോസ് അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും. ഇവര് അന്ന് ആ കാലങ്ങളിൽ ഈവനിങ്ങുകളിൽ കത്തോലിക്ക സഭാ യോഗങ്ങൾ എന്ന് പറഞ്ഞ് സൈക്കിൾമ ഒരു മൈക്കും കെട്ടി ഓരോ കോർണറുകളിൽ ചെന്നിട്ട് കത്തോലിക്ക സഭയെ പറ്റും പുനരൈക്യത്തെ പറ്റും പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ അതിനെ പരിഹസിക്കുന്ന ഗ്രൂപ്പ് അതിലും വലിയ രീതിയിൽ മൈക്ക് വെച്ചിട്ട് ഇവർ 5 മിനിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു 25 മിനിറ്റ് വളരെ ഫണ്ണിയായിട്ട് ഇവർക്കെതിരെ കാശ് കൊടുത്ത ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പ്രീച്ച് ചെയ്യിപ്പിച്ചിരുന്നു. ഇനി അങ്ങനെ പ്രീച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ പട്ടികളെ കൂട്ടത്തോടെ കൊണ്ടുവന്നിട്ട് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിൽ കെട്ടിയിടും. എന്നിട്ട് പ്രീച്ചിങ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ ഈ പട്ടികളെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ പട്ടികൾ നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് ആ സമ്മേളനത്തിന് അവർ കോളാക്കി കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ഫിലിപ്പോസ് അച്ഛൻ ഇറമ്പാനച്ഛൻ പ്രസംഗിക്കാൻ അങ്ങനെ പോയപ്പോൾ ഒരു പട്ടീനെ കൊണ്ട് കെട്ടിയിട്ടു എന്ന് പറയണേ. പക്ഷേ അച്ഛൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ കുളിരുള്ള ഒരു കാറ്റ് വന്നു. ആ കാറ്റിൽ ഈ പട്ടി കിടന്ന് ഉറങ്ങിയത്. അപ്പം ഇവർ കല്ലെടുത്തെറിഞ്ഞിട്ടും കൊത്തി നോക്കിയിട്ടും ഈ പട്ടി എനിക്കില്ല. പട്ടി സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അന്ന് പുനരൈക്യത്തെക്കുറിച്ച് ആ ഏരിയയിൽ പ്രീച്ച് ചെയ്യും. അവിടെയുള്ളവരെല്ലാവരും പുനരൈക്യപ്പെട്ടു എന്ന് പറയണേ. ഇത്രയും പരിഹാസങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ പള്ളികളൊക്കെ കത്തിച്ച് കളഞ്ഞിരുന്നു. ഈ ജനങ്ങളെല്ലാവരും വളരെ ആഴത്തിലുള്ള ദൈവാശ്രയ ബോധം കാണിച്ചു. ദൈവം നടത്തും, എൻ്റെ ദൈവം നടത്തും. ആ നടത്തലിലാണ് ഇന്ന് ആ ഒരു കുഞ്ഞൊരു ഗ്രൂപ്പ് ഇന്ന് വളരെ ദീപപീഠത്തിൽ വെച്ച ദീപം പോലെ ആ ദൈവാശ്രയ ബോധത്തിൻ്റെ പര്യായങ്ങളായിട്ട് വളർന്നു വരുന്നതും സഭയിൽ അവരുടെ ആ ഒരു സ്നേഹത്തെ കാണിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പുനരൈക്യപ്പെടാൻ, തിരിച്ചു വരാൻ, വീണ്ടും ഒരിക്കൽ കൂടി തുടങ്ങാൻ ദൈവാശ്രയ ബോധം വളരെ ആവശ്യമുള്ള സംഗതിയാണ്. മനുഷ്യരിൽ ആശ്രയിച്ച് നമ്മൾ ശരിപ്പെടുത്താൻ പോയാൽ ബന്ധം വിച്ഛേദിക്കുന്നതിലും വേർപ്പെടുത്തുന്നതിലും കരാറുകളും ധാരണപത്രങ്ങളും മാറ്റി എഴുതുന്നതിലും ഇങ്ങനെ ചുറ്റിക്കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഒത്തിരി ഐഡിയകൾ നടത്താം. അതല്ലെങ്കിൽ നമുക്ക് പുനരൈക്യപ്പെടാൻ കഴിയും. മൂന്നാമതായിട്ട് ഈ ഇവാനിയൻ വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വേണ്ട വേറൊരു പോഷക ഘടകമാണ് സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പ് ഓർ ഡിസിപ്ലിൻ, അച്ചടക്കം എന്ന് പറയുന്നത്. 8-ാമത്തെ വചനം 1 പത്രോസ് 5:8 പറയുന്നു, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പക്ഷെ പുനരൈക്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് ദൈവത്തിൻ്റെ സാമീപ്യമാണ്. ശത്രുതയാകുന്ന മധ്യവർത്തി മതിലുകളെ തകർത്ത് കളഞ്ഞ് 2 പാർട്ടികളെയും ഒന്നിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ അടയാളങ്ങളാണ്. പുനരൈക്യത്തിൻ്റെ ചിന്തകളും പുനരൈക്യത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തന്നെ പൈശാചിക ശക്തികളുടെയും ഡിസ്റ്റർബൻസുകളൊക്കെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സമചിത്തതയോടെ ഉണർന്നിരിക്കണം. ഇംഗ്ലീഷിൽ ആ ടെൻഡൻസി പറയുന്നത് ഡിസിപ്ലിൻ യുവർ സെൽഫ്. അച്ചടക്കമില്ലാതെ, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് പുനരൈക്യത്തിലേക്ക് കടന്നു കയറാൻ കഴിയില്ല. MM വർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ എക്സ്റേ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു സഭയുടെ അലങ്കോലാവസ്ഥ എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. അതിൽ അന്നത്തെ കാലത്തെ സഭയെ പറ്റി പറയുന്നത്, അതിൽ ഒരു കാര്യം പറയുന്നത്, ഇത്രമാത്രം അച്ചടക്കമില്ലാത്ത സമചിത്തതയോടെ ഉണർന്നിരിക്കാത്ത ഒരു സഭ.
മെത്രാന്റെ അടുത്തുനിന്ന് ഒരു സാധനം അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് വായിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഇടവകയിൽ തല്ലുണ്ടാവും. ആരെയും അനുസരിക്കാത്ത ഒരവസ്ഥ. ദർ ഇസ് നോ ഡിസിപ്ലിൻ അറ്റ് ഓൾ എന്ന് പറയും. ഇത്രയും ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു സഭ, ആർക്കും എന്തും ആകാം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് പുനരൈക്യത്തിലേക്ക് എത്തില്ല. അപ്പൊ തൻ്റെ കാര്യം സ്വന്താവാതെന്ന് പറയുകയും ബലമുള്ള കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന തരത്തിൽ നടത്തില്ലേ? അങ്ങനെയൊക്കെ സഭയാവാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരു പുനരൈക്യപ്പെടാൻ പറ്റുമോ? സോ സമചിത്തതയോടെ ഉണർന്നിരിക്കുക. എന്തുകൊണ്ട് ഈ സമചിത്തതയോടെ ഉണർന്നിരിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയണേ? ദർ ആർ പീപ്പിൾ, ഉണർന്നിരിക്കാൻ പീപ്പിൾ ഉണ്ട്. പക്ഷെ അത് വരുന്നവനെ മുട്ടുകാലി തല്ലുപിടിക്കാനും ആൾക്കാർക്ക് ഉണർന്നിരുന്നൂടെ? ദർ ആർ വാച്ചിങ് പീപ്പിൾ. ഉണർന്നിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ സമരപ്പന്തലുകളിൽ, അതല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി വാശി പിടിച്ചിട്ട് മേ ബി ജീവിതം മുഴുവൻ ഉണർന്നിരിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഉണർന്നിരിപ്പുകളുണ്ട്. അതൊന്നും സമചിത്തതയുള്ള ഉണർന്നിരിപ്പുകളല്ല. സമചിത്തതയുള്ള ഉണർന്നിരിപ്പിന് നല്ല ശിക്ഷണമുണ്ടാകും. അത് പുനരൈക്യത്തിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മളെ നയിക്കും. പിതാവിൻ്റെ സന്യാസ അനുഭവങ്ങൾ ഈ സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പിൻ്റെ അച്ചടക്കത്തിൻ്റെ ഒക്കെ പര്യായങ്ങളായിരുന്നു. സന്യാസത്തിലൂടെ അല്ലാതെ വിട്ടുകൊടുക്കാതെ ശുദ്ധീകരിക്കാനോ പുനരൈക്യപ്പെടാനോ സാധ്യമല്ല. അത് നിങ്ങളുടെ ചെറിയ സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, ചെറിയൊരു പിണക്കത്തെ മാറ്റിക്കളയുന്നതായിക്കോട്ടെ, വിട്ടുകൊടുക്കാതെ സമചിത്തതയോടുകൂടെ ഉള്ള ഒരു അവേക്കനിങ് ഇല്ലാതെ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. കൂട്ടായ്മയെ തോൽപ്പിക്കുന്ന ശിഥില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും അതൊക്കെ മ്ലേച്ഛതയായി ആത്മാവിൻ്റെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്നതിനും കാരണം അച്ചടക്കമില്ലായ്മയിൽ നിന്ന് വരുന്നതല്ലേ? സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത അന്നായാലും ഇന്നായാലും സഭാ സമൂഹങ്ങളിൽ, സന്യസ്തരിൽ, പുരോഹിതരിൽ, കുടുംബങ്ങളിൽ അച്ചടക്കമില്ലാത്ത ശിഥില ജീവിത രീതികളിൽ നിന്നല്ലേ? സ്വാതന്ത്ര്യം സമചിത്തതയോടെ ഉണർന്നിരിക്കുന്നതിൻ്റെ ഗുണമാണ്. സ്വാതന്ത്ര്യം അച്ചടക്കമില്ലായ്മയല്ലല്ലോ. നിയമങ്ങൾക്കപ്പുറത്ത് നിയമങ്ങൾ ഉണ്ടാക്കി പിന്നെ കുറെ കാവൽക്കാരെ വെച്ച് സമചിത്തതയില്ലാതെ ഉണർന്നിരിക്കുന്നവർ ഏറി വരുമ്പോൾ കൂട്ടായ്മ കെട്ടുകഥയാകുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? പുനരൈക്യത്തിലേക്ക് എത്താൻ സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പ് രണ്ട് പാർട്ടിക്കും ആവശ്യമുണ്ട്. പരിശുദ്ധ പിതാവും ബിഷപ്പ് ബെൻസിംഗറും ദൈവികമായ അച്ചടക്കത്തിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചതും ഐതിഹാസിക പുനരൈക്യത്തിന് കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. പുനരൈക്യത്തിനെതിരെ തിരിഞ്ഞ ശക്തികൾ സംഭവവാസങ്ങളെ സ്ഥൂലീകരിക്കുന്ന ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി പ്രതികരിക്കുന്നത് സമചിത്തതയുള്ള ഉണർന്നിരിപ്പിന്റെ ലക്ഷണമായി കരുതേണ്ടതില്ല. അച്ചടക്കത്തോടു കൂടിയ സമീപനങ്ങളാണ് രക്ഷാകരമായി തിരുത്തിലേക്ക് നമ്മെ എത്തിക്കുക. നാലാമത്തെ മനോഭാവമായിട്ട് അല്ലെങ്കിൽ പുനരൈക്യത്തിലേക്ക് നയിക്കുന്ന പോഷക ഗുണമായിട്ട് നമുക്ക് കാണാവുന്നത് ആ വചനഭാഗത്തിലെ 9-ാമത്തെ വചനമാണ്. അതിലിങ്ങനെ പറയുന്നു: വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുക. പ്രതിരോധിക്കാൻ സന്നദ്ധരാകണം. പലപ്പോഴും നിസ്സഹായതയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്കതിന് നിഷ്ഠയോടുകൂടെയുള്ള പ്രയത്നം എന്ന് പറയാം. ഒരു കാര്യത്തിൽ എത്താൻ വേണ്ടി നിഷ്ഠയോടുകൂടെ പ്രയത്നിക്കുക. കുറെ കാറ്റുകൂട്ടലല്ല, നിഷ്ഠയോടുകൂടെ പ്രയത്നിക്കുക.
എളിമയും ദൈവാശ്രയബോധവും സമചിത്തതയോടുകൂടെയുള്ള ഉണർന്നിരിപ്പിനോടൊപ്പം നിഷ്ഠയോടുകൂടിയ പ്രയത്നവും പുനരൈക്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇവാനിയൻ വഴിയിലൂടെ നടക്കുന്നതിന് ആവശ്യമാണ്. എല്ലാവരിലും കുറെ ആഭിമുഖ്യങ്ങൾ ഉണ്ട് എന്നതിലല്ല, അവസാനം വരെ കൊണ്ടു ചെന്നെത്തിക്കുന്നതിലാണ് രക്ഷാകരമായ തിരുത്തൽ സാധ്യമാകുന്നത്. ഇത്തരം അവസ്ഥകൾ നമ്മോട് മാത്രമല്ല, പുനരൈക്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും സഭയും ഇത്തരം വിഷമതകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നറിയണം. അതല്ലെങ്കിൽ നാം വിചാരിക്കും ഇത് നമ്മൾ മാത്രം കടന്നു പോകുന്ന, നമുക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ദൈവമേ, ഇതുപോലെയുള്ള ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുതേ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ലോകാരംഭം മുതൽ ഇന്ന് വരെ ഒന്നിക്കാൻ, ക്ഷമിക്കാൻ, പുനരൈക്യത്തിന് ആഗ്രഹിച്ച എല്ലാവർക്കും സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷമ സന്ദർഭങ്ങളെ നിഷ്ഠാപരമായ പ്രയത്നത്തിലൂടെ കടത്തിക്കൊണ്ടുപോകാനായി എന്നതാണ് പിതാവിനോടുകൂടെ പുനരൈക്യപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. പുനരൈക്യത്തിലേക്ക് കടന്നു വന്ന അന്നത്തെ ജനങ്ങളുടെ അച്ചടക്കപൂർണമായ ജീവിത വീക്ഷണം അവരെ രക്ഷാകര തിരുത്തലിൻ്റെ സഹനത്തെ വഹിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നു, പുനരൈക്യത്തിൻ്റെ കഥ ഒരു സമുദായത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്ക് അച്ചടക്കത്തിലേക്കും അനുസരണത്തിലേക്കും തിരിച്ചു വരാൻ കഴിയും എന്നതിൻ്റെ കഥയാണ്. ഇവാനുവിൻ വഴി ഓരോ വ്യക്തിയുടെ തിരിച്ചുവരവിൻ്റെ പ്രചോദനമാകാം. ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതകഥയിൽ എഴുത്തുകാരൻ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ്. പുനരൈക്യത്തെ എതിർക്കുന്ന വ്യക്തി ചോദിക്കുകയാണ്, ഒരിക്കൽ ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു, മാർ ഇവാനിയോസ് പിതാവിന് പദയും പണവും കിട്ടി, നിങ്ങൾക്ക് എന്നതാ കിട്ടിയത്? ആ വ്യക്തി പറയുന്നു, ഞങ്ങൾക്ക് കുരിശ് കിട്ടി. അതാണ് നിഷ്ഠാപരമായ ഒരു ജീവിതം കിട്ടിയെന്ന് പറയുന്നത്. എളിമയും ദൈവാശ്രയബോധവും സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പും നിഷ്ഠാപരമായ പ്രയത്നത്തിലൂടെ പ്രദത്തമാകുന്നതാണ് കുരിശ്, രക്ഷയുടെ ആ സഹനം. പുനരൈക്യത്തിൻ്റെ പാതയിൽ ഡെഫിനറ്റ്ലി പ്രതിബന്ധങ്ങളുണ്ട്. ഇനി മുന്നോട്ട് നമ്മൾ ഇവാനിയൻ ധ്യാനത്തിൻ്റെ അല്പം കൂടി ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ ആധ്യാത്മികമായി ഒട്ടനവധി പ്രതിബന്ധങ്ങൾ പൊന്തി വരാം. ഞാൻ വിചാരിച്ചു എന്നത് പൊന്തി വരാം, ഇതൊന്നും ശരിയാവില്ല എന്ന് പറയാം. നമ്മുടെ സ്വാർത്ഥതകളുടെ അതിവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് അപരൻ്റെ ആ ഒരു കയ്യിലേക്ക് ചെല്ലാൻ, അല്ലെങ്കിൽ അവൻ്റെ ആ കയ്യിലെ, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ആലിംഗനത്തിൻ്റെ ഉള്ളിലേക്ക് വരാനൊക്കെ മടുപ്പിക്കുന്ന പ്രതിബന്ധങ്ങൾ, ദേഷ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാത്ത തരത്തിൽ അതിനെ പൊക്കിക്കൊണ്ടുവരും. എളിമയെ നശിപ്പിച്ച്, ദൈവാശ്രയബോധത്തെ നശിപ്പിച്ച്, സമചിത്തതയെ നഷ്ടപ്പെടുത്തി വീണ്ടും നശിപ്പിക്കാനും കൊല്ലാനും കോടതി കയറ്റാനുമായിട്ട് നമുക്കതങ്ങനെ ഉള്ളിൽ നിന്ന് കയറി വരാൻ തുടങ്ങി. കാരണം നന്മയിലേക്ക് പാദങ്ങൾ വയ്ക്കുക എന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അനൈക്യത്തിൽ നിൽക്കുക എന്നതിലും ഒത്തിരി മജയില്ലേ, രാത്രികളിലും ഒത്തിരി മജയില്ലേ, പാപത്തിൻ്റെ അവസ്ഥകൾക്കുള്ളിലും ഒത്തിരി ആനന്ദമില്ലേ? തീർച്ചയായിട്ടുമുണ്ട് ലോകത്തിൻ്റെതായ ആനന്ദം. ഒട്ടനവധി സംഘർഷങ്ങൾക്ക് നമ്മൾ പാത്രമാകേണ്ടി വന്നേക്കാം. പക്ഷെ പുനരൈക്യപാത പിന്തുടർന്നില്ലെങ്കിലും സംഘർഷങ്ങൾക്കും സംഘടനകൾക്കും പൊറുതി വരുമോ? ഇപ്പൊ നിങ്ങൾ പുനരൈക്യപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കരുതി തല്ലും വാക്കാണോ അവസാനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മെ പിന്തിരിപ്പിക്കുന്ന ശക്തി നമ്മളെ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്നു എന്നറിയണം. അതിന് സമചിത്തതയോടുള്ള നിഷ്ഠാപരമായ പ്രയത്നം അനിവാര്യമാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ധ്യാന ചിന്തയിൽ പങ്കുവച്ചതുപോലെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ജ്ഞാനം കൊണ്ടും ആത്മസമയനം കൊണ്ടും ക്ഷമ കൊണ്ടും ഭക്തി കൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും സമ്പൂർണമാക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ 4 ആത്മീയ ഭാവങ്ങളും വളരെ വലിയ അളവിൽ മാർ ഇവാനിയോസ് പിതാവിൽ നമുക്ക് കാണാൻ കഴിയും. ആ പുണ്യാത്മാവിനോട് ചേർന്ന് നിന്ന ജനങ്ങളിലും ഈ പുണ്യങ്ങൾ ധാരാളമായി കാണുന്നു.
ആത്മാവിൽ നിറഞ്ഞ ഒരു സമയമായിരുന്നു ഐതിഹാസിക പുനരൈക്യം. പലരും അവരെ തോറ്റവർ എന്ന് വിളിച്ചു, വിട്ടുകൊടുത്തവർ എന്ന് വിളിച്ചു, അച്ചടക്കമില്ലാത്തവർ, കുടുംബത്തെ ഒറ്റുകൊടുക്കുന്നവർ എന്ന് വിളിച്ചു, ഒറ്റുകാരൻ, കുലംകുത്തി, എന്തെല്ലാമാണ് അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് ചുറ്റും നടന്ന ബഹളത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ പ്രതിരോധിച്ചു. അവരുടെ സഹനങ്ങൾ പിൻതലമുറക്കാർക്ക് സമാധാനമായി ഭവിച്ചു. രക്ഷാകരമായി തിരുത്തലിൻ്റെ ഒരു വലിയ അടയാളമാണ് മലങ്കര സഭ. എളിമ നഷ്ടപ്പെടുമ്പോൾ, അഹംത്തെ ആശ്രയിക്കുമ്പോൾ, അച്ചടക്കം നഷ്ടപ്പെടുമ്പോൾ, വിശ്വാസത്തിൽ ഊന്നിയ പ്രതിരോധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അടിത്തട്ടുകളിൽ മ്ലേച്ഛത ഉറഞ്ഞുകൂടും. സഭയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, വ്യക്തി ജീവിതങ്ങളിലായിക്കോട്ടെ. അത് കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ എളിമയും ദൈവാശ്രയബോധവും അച്ചടക്കവും വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രതിരോധവും ഇല്ലാതെ മുന്നോട്ടു പോകാനാകുമോ? ഒരിക്കലുമില്ല. മാർ ഇവാനിയോസ് പിതാവ് അവസരവാദിയായിരുന്നില്ല. പുനരൈക്യം ഒരു ക്രമപ്പെടുത്തലോ ശരിപ്പെടുത്തലോ ആയിരുന്നില്ല, അടിയറവ് വയ്ക്കലോ ആയിരുന്നില്ല. മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ രക്ഷാകര തിരുത്തലായിരുന്നു. എളിമയിൽ തിരിച്ചറിയുന്ന, ദൈവാശ്രയ ബോധത്തിൽ സ്വീകരിക്കുന്ന, സമചിത്തതയുള്ള ഉണർന്നിരിപ്പിൽ ഉരുവാകുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയുടെ സഭാ ജീവിതത്തിലേക്കുള്ള ആഹ്വാനമായിരുന്നു. ആ ആഹ്വാനം ഇന്ന് നിങ്ങൾക്കുന്നുണ്ട്. ഇവാനിയൻ വഴിയിലേക്ക് കടന്ന് സ്വയം വിശുദ്ധീകരണത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മനസ്സിലേക്ക് നോക്കി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കുടുംബത്തിൽ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ, കാറ്റിനെ പ്രസവിച്ചു പോലെ അവസ്ഥകൾ വരുമ്പോൾ, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എളിമയുണ്ടോ? ദൈവാശ്രയ ബോധമുണ്ടോ? സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പുണ്ടോ? ആരെങ്കിലും കുറ്റം കാണാനും കുറ്റം കണ്ടുപിടിക്കാനും ഉണർന്നിരിക്കുന്നതല്ല സമചിത്തതയോടുള്ള ഉണർന്നിരിപ്പ്. അച്ചടക്കം എല്ലാ കാര്യത്തിലും. പിന്നെ നിഷ്ഠാപരമായ പ്രയത്നം. ഇന്നൊരു ദിവസം, നാളെ വേറൊരു തരത്തിൽ. അങ്ങനെയല്ല. അതിന് അച്ചടക്കപൂർണമായ നിഷ്ഠകൾ ആവശ്യമാണ്. ആ 4 മനോഭാവങ്ങളും നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഇവാനിയൻ വഴിയുടെ അടുത്ത മേഖലകളിലൊക്കെ, വളവുകളിലോ കയറ്റങ്ങളിലോ ഇറക്കങ്ങളിലൊക്കെ അത് നിങ്ങളെ പോഷിപ്പിക്കുന്ന, നിങ്ങൾക്ക് എനർജി തരുന്ന വലിയ ആധ്യാത്മിക സ്രോതസ്സുകളായിട്ട് നിൽക്കും. താങ്ക് യു.